നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏതാണ്ട് 22 ദിവസത്തോളം ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. സൗത്ത് അമേരിക്കയിലെ 6 രാജ്യങ്ങളിലോട്ടുള്ള പര്യടനമായിരുന്നു. ബ്രസീൽ, ചിലി, പരാഗ്വേ, പെറു, അർജൻറ്റീന, ബ്രസീൽ 6 രാജ്യങ്ങളാണ് പോയത്. ഈ സമയത്ത് സംഭവിച്ചത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ചില ലോഞ്ചുകൾ കടന്നുപോയി എന്നുള്ളതാണ്. ഒന്ന് സ്കോഡയുടെ കൈലാക്കായിരുന്നു, മറ്റൊന്ന് മഹീന്ദ്രയുടെ 2 ഇലക്ട്രിക് വാഹനങ്ങൾ, കൂടാതെ ഏറ്റവും പുതിയ ഹോണ്ട അമേസിൻ്റെ ലോഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തീർത്ഥാടനത്തിനിടയ്ക്ക് നമുക്ക് നഷ്ടമായത്. എന്തായാലും നഷ്ടമായത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണല്ലോ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നഷ്ടമായ ഒരു വാഹനം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഹോണ്ട അമേസ് 2024. അപ്പോൾ എല്ലാവർക്കും ഹോണ്ട അമേസിൻ്റെ വിശദമായ ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും ആക്രാന്തം കുറഞ്ഞ വാഹന നിർമ്മാണ കമ്പനിയാണ് ഹോണ്ട. ഹോണ്ടയ്ക്ക് അങ്ങനെ കുറേ മോഡലുകൾ കൊണ്ടുവന്ന് ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഹോണ്ടയുടെ വാഹനങ്ങൾ വാങ്ങിക്കണമെന്നോ അങ്ങനെ ഒന്നും ആഗ്രഹമില്ല. കുറച്ച് മോഡലുകളുമായിട്ട് വരും, അതെല്ലാം നല്ല മോഡലുകളായിരിക്കും. അത് തരക്കേടില്ലാതെ വിറ്റ് ഒരു സൈഡിൽ കൂടി അങ്ങ് ഓടിച്ചു പോകുക എന്നുള്ളതാണ് ഹോണ്ടയുടെ രീതി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എത്രത്തോളം മോഡലുണ്ട്. മാകപ്പാടെ 3 മോഡലേ ഉള്ളൂ. ഒന്ന് ഹോണ്ട സിറ്റി ഉണ്ട്, എലിവേറ്റ് ഉണ്ട്, അമേസും ഉണ്ട്. ഇതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള മോഡലുകളൊന്നുമില്ല. വളരെ ചെറിയൊരു ബ്രിയോയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇപ്പോൾ ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെൻറ്റിന് മുകളിലേക്കുള്ള ആൾക്കാരെ മാത്രമാണ് എപ്പോഴും ഹോണ്ട ലക്ഷ്യം വെക്കുന്നതെന്ന് കാണാം. എന്തായാലും നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഹോണ്ടയെ തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ വാഹനങ്ങളും അത്രയധികം നിർമ്മാണ നിലവാരമുള്ളതാണ്. അമേസാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ വാഹനമെന്ന് പറയാവുന്നത്. അമേസ് ഇന്ത്യയിൽ എത്തിയിട്ട് 11 വർഷം കഴിഞ്ഞു. 2013 ആദ്യമായി അമേസ് എത്തിയത്. അതിനുശേഷം 2018 വലിയ ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വലിയ ഫേസ് ലിഫ്റ്റാണ് 2024. 5.8 ലക്ഷം യൂണിറ്റുകളാണ് ഇതുവരെ അമേസിൻ്റേതായിട്ട് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞിരിക്കുന്നത്. ഹോണ്ടയുടെ വാഹനങ്ങളിൽ, ഇന്ത്യയിൽ വിൽക്കുന്ന വാഹനങ്ങളിൽ 40% അമേസാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ് ഇതെന്ന് കാണാം. ഇപ്പോൾ ഏറ്റവും പുതിയ അമേസ് വന്നപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകും ഹോണ്ടയുടെ ഏറ്റവും പുതിയ SUV ആയ എലിവേറ്റിൻ്റെ രൂപത്തിലേക്കാണ് ഈ വാഹനം മാറിയിരിക്കുന്നതെന്നുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഏറ്റവും പുതിയ അമേസാണ് ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വാഹനം എന്നുള്ളതാണ്. അതായത് ഏറ്റവും സേഫാണ്, പക്ഷേ വില അല്പം കുറവുമാണ്. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. മൈലേജ് മോശമല്ല, കൂടാതെ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുണ്ട് ഏറ്റവും പുതിയ അമേസിന്. എന്തായാലും പഴയ അമേസിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുഖഭാഗമൊക്കെ വളരെ ബോൾഡായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. മറ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈജു എന്നായിരുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയ ഹോണ്ട അമേസ് പഴയ വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം വലുതായി അല്ലെങ്കിൽ ചെറുതായി എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ആകെ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത് വിട്ടിൻ്റെ കാര്യത്തിലാണ്. 38 മില്ലിമീറ്റർ വീതി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ 2470 എന്ന് പറയുന്നത് കൊതുകടിക്കുന്നുണ്ട്. 2470 എന്ന് പറയുന്ന വീൽ ബേസിൽ യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഉയരത്തിൻ്റെ കാര്യത്തിൽ 1 മില്ലിമീറ്റർ മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഡയമെൻഷൻസ് വീതി ഒഴിച്ചെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെയാണെന്ന് പറയാം. പക്ഷേ പ്രധാന വ്യത്യാസം സംഭവിച്ചിരിക്കുന്നതെല്ലാം ഈ ഒരു ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ രൂപത്തിൻ്റെ കാര്യത്തിലുമാണ്. ഇപ്പോൾ ഈ വലിയ ഒരു ഗ്രില്ല്, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്ന കാര്യം, അല്ലെങ്കിൽ എലിവേറ്റുമായിട്ട് ഈ വാഹനത്തെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയാവുന്നത്. ഹെഡ് ലാമ്പിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ജനറേഷനിൽ ഉണ്ടായിരുന്നത് സിംഗിൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഡ്യുവൽ ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ എലമെൻസ് ഒക്കെ വളരെ രസകരമായിട്ടുണ്ട്. അതുപോലെ വളരെ തിക്കായിട്ടുള്ള ഒരു ഐബ്രോ പോലെ തോന്നിക്കുന്ന ഡേറ്റ റണ്ണിങ് ലാമ്പാണ്, LED ഡേറ്റ റണ്ണിങ് ലാമ്പാണ്. അതാണ് ഇപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് ഇപ്പോൾ ഈ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ തിക്കായിട്ടുള്ളൊരു ക്രോം ലൈൻ വരുന്നുണ്ട്, അതിങ്ങനെ നീളുന്നുമുണ്ട്. അതുപോലെ നിങ്ങൾ പഴയ ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാം ഇവിടെയൊക്കെ വളരെ തിക്കായിട്ടുള്ള വോളുകളൊക്കെയാണ് ഈ ഒരു ബോണറ്റിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രോം വര കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ബ്ലാക്ക് ഇൻസേർട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തൊക്കെയുള്ള കട്ടുകളും ക്രീസുകളും ഒക്കെ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റാൻസ് ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. അതുപോലെ ഏറ്റവും താഴെയായിട്ട് വളരെ വലിയൊരു എയർ ഡാം ഉണ്ട്. അതിനൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ബ്ലാക്ക് ഫിനിഷ് ഈ ഒരു ഗ്രില്ലിൻ്റെത് ആവർത്തിച്ചിരിക്കുകയാണെന്ന് പറയാം. ഗ്രില്ലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എലിവേറ്റിൻ്റെ അത്രയും വലിപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള എലമെൻസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹോണ്ടയുടെ വലിയൊരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാം. എന്നാലും നമുക്ക് ഇവിടുന്ന് പോകാം. കൊതുക് കടിച്ചിട്ട് പോയി. രാവിലെ കൊതുക് കടിച്ച് കഴുത്തിലൊക്കെ കടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് മാറ്റിയിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സൈഡും ബാക്കും ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചൊന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങിയാണ്. പക്ഷേ കൊതുകെന്നൊക്കെ പറഞ്ഞാൽ
ഞങ്ങളെല്ലാം കടിച്ച് പണ്ടാറടങ്ങി. അതുകൊണ്ട് നമ്മൾ മുൻഭാഗം അവിടെ നിന്ന് തീർന്നിട്ട് നേരെ ഇവിടെ വന്നു. കുറേ നേരം ചൊറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കൊതുകുകളില്ലാത്ത കൊച്ചി, അതാണ് മഹാത്മാഗാന്ധി കണ്ട സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. എന്നാലും സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പുതിയ അലോയ് വീൽ ഡിസൈനാണ്. പക്ഷേ 15 ഇഞ്ച് ടയറിനൊന്നും വ്യത്യാസമില്ല, വീലിനൊന്നും വ്യത്യാസമില്ല. അലോയ് വീലിൻ്റെ ഡിസൈനിന് മാത്രമാണ് വ്യത്യാസം. ബ്ലാക്കും അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 172 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ് ഹോണ്ട അമേസ്. അതൊക്കെ പതിവ് പോലെ തന്നെ മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഇവിടെ അമേസ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഒരു സ്റ്റീൽ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഡീലർഷിപ്പിലെ വാഹനമായതുകൊണ്ടുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. സൈഡിലെ ഈ ഒരു ബാഡ്ജിങ്ങും ഡീലർഷിപ്പിൽ നിന്ന് കിട്ടിയ വാഹനമായതുകൊണ്ടാണ്. സൈഡ് വ്യൂ മിറേഴ്സിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അത് പില്ലറിൽ നിന്നും ഡോറിലേക്ക് മാറ്റി എന്നുള്ളതാണ്. കുറച്ചുകൂടി കംഫർട്ടബിളായ സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. അതിലൊരു സ്റ്റീൽ ഫിനിഷും അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗമൊക്കെ കൊടുത്തിരിക്കുന്നു. എന്തായാലും ബോഡി കളേർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വിൻഡോ ലൈനിലൊക്കെ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷാണ് നടുവിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷോട് കൂടിയ ഡോർ ഹാൻഡിലുകളും കാണാം. അത്തരം കാര്യങ്ങളൊന്നും മാറ്റമില്ല. സൈഡ് പ്രൊഫൈൽ കുറച്ചൊന്ന് ഷാർപ്പായി ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ അമേസുമായിട്ട് വലിയ വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാനാവില്ല. ഷാർപ്പാകാനുള്ള കാരണം ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന വളരെ ബോൾഡായിട്ടുള്ള ലൈനാണ്. അത് ഏറ്റവും ബാക്കിൽ സ്ട്രെയിറ്റ് ലൈനാണ്. അത് നേരെ ബാക്കിൽ ഈ ഒരു ടെയിൽ ലാമ്പിലാണ് വന്ന് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഷാർപ്പായിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈൽ ഈ വാഹനത്തിന് കിട്ടുന്നത്. എന്തായാലും പിന്നിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്ന ഹോണ്ട സിറ്റിയുമായിട്ട്, ഏറ്റവും പുതിയ ഹോണ്ട സിറ്റിയുമായിട്ട് ധാരാളം കാര്യങ്ങളിൽ സാമ്യം പറയാവുന്ന ഈ ഒരു ടെയിൽ ലാമ്പാണ്. LED ടെയിൽ ലാമ്പാണ്. പക്ഷേ ഇതിൻ്റെ എലമെൻസിന് വ്യത്യാസം ഉണ്ടെങ്കിലും നീളവും അതുപോലെ തന്നെ വീതിയും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ ഇത് ഹോണ്ട സിറ്റിയിൽ നിന്ന് എടുത്ത് വെച്ചതുപോലെ തന്നെ നമുക്ക് തോന്നും. VTEC എന്നുള്ള എഞ്ചിൻ്റെ ആ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ കാണുന്നത്. അമേസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കാണാം. 416 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. വളരെ ചെറിയ വ്യത്യാസം, 1-2 ലിറ്ററിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ പഴയതുമായിട്ട്. അതായത് അല്പം ഒന്ന് കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മനസ്സിലാകുന്ന അത്രയും കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഫുൾ ബ്ലാക്ക് നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. സ്പെയർ ടയറിനാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ പോലും 416 ലിറ്റർ ബൂട്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് ചേരുന്ന അത്രയും ബൂട്ട് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പഴയ അമേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ബമ്പർ ഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. മുൻഭാഗത്തെ ബമ്പർ കുറച്ച് സ്പോർട്ടി ആയിട്ടുണ്ട്, പിൻഭാഗവും സ്പോർട്ടി ആയിട്ടുണ്ട്. ഹോണ്ടയുടെ വാഹനങ്ങൾ പൊതുവേ സ്പോർട്ടിനെസ് ഒന്നും അല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ശരിക്കും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാമിലിക്ക് പറ്റിയ വാഹനം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്പോർട്ടി ആയിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഷാർഫിൻ ആൻറ്റിനെയും കൊടുത്തിരിക്കുന്നു. ഡീഫോഗർ വന്നിട്ടുണ്ട്. ടോപ്പ് ആൻഡ് CVT മോഡലാണിത്. അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. ഡിസൈൻ കുറച്ചൊന്ന് ഷാർപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ടെന്നുള്ള ഒരു സംശയമില്ല. വലിയ ഗ്രില്ലുള്ള SUVകളാണ് ഹോണ്ടയിൽ നിന്ന് ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹോണ്ട പൈലറ്റ് പോലുള്ള വാഹനങ്ങളൊക്കെ വെളിയിലേക്ക് കാണുമ്പോൾ മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ സെഡാനുകളുടെ കാര്യത്തിലും ആ ഒരു ബോൾഡായിട്ടുള്ള വലിയ ഗ്രില്ലൊക്കെ കൊണ്ടുവന്ന് മാറ്റം വരുത്തിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. എന്നാലും ഹോണ്ട സിറ്റി കുറച്ചുകൂടെ ക്യൂട്ടാണെങ്കിൽ ഇത് കുറച്ചുകൂടി SUVish ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് മുൻഭാഗം കാണുമ്പോൾ മനസ്സിലാകുന്നത്. മറ്റ് വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല. എന്തായാലും മറ്റ് വ്യത്യാസങ്ങൾ സംഭവിച്ചുള്ളൂ. അത് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. മറ്റ് വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഇൻറ്റീരിയറിൽ പാടെ മാറിയിട്ടുണ്ടെന്ന് മാത്രമല്ല ധാരാളം ഫീച്ചേഴ്സും ഈ വിലയ്ക്ക് അഡാസ് ഫീച്ചേഴ്സും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കാം. പുതിയ അമേസിൻ്റെ മുൻഭാഗം എലിവേറ്റുമായിട്ട് കാര്യമായ രീതിയിൽ സാമ്യം തോന്നുന്നതാണെങ്കിൽ ഉൾഭാഗവും അങ്ങനെ തന്നെയാണ്.
ധാരാളം കാര്യങ്ങൾ എലിവേറ്ററിൽ നിന്നും എടുത്ത് അതേപടി വെച്ചിരിക്കുന്നതാണ്. വ്യത്യാസം പറയുന്ന ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗമൊക്കെയാണ്. മറ്റ് പല കാര്യങ്ങളും നമുക്ക് എലിവേറ്ററിൽ കണ്ടത് തന്നെ ഇതിലും കാണാം. പക്ഷേ എലിവേറ്ററിൽ കണ്ട സ്ക്രീനുകൾ അല്പം ചെറിയ 8 ഇഞ്ചിൻ്റെ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഒരു സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത്, ടച്ച് സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. 37 കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ നല്ലൊരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത റിവേഴ്സ് ക്യാമറ അതാണ് പറയേണ്ടത്. മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് 6 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ്. തരക്കേടില്ലാത്ത മ്യൂസിക് സിസ്റ്റം എന്നാണ് പറയേണ്ടത്. അപ്പോൾ വയർലെസ് ആയിട്ടുള്ള ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയുമാണ് പ്രധാനമായിട്ടും നമുക്കില്ല കാര്യമായിട്ട് പറയാവുന്നത്. മറ്റ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് മോശമല്ലാത്ത രീതിയിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്ക്രീനൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിന് ടോഗിൾ സ്വിച്ചൊക്കെ കൊടുത്തിരിക്കുന്നു, അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഈ ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു AC വെൻറ്റുകളും എല്ലാം എലിവേറ്ററിൽ നിന്നും എടുത്തിരിക്കുന്നത് തന്നെയാണ്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ പോലെ കൊടുത്തിരിക്കുന്ന ഡാഷ്ബോർഡിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ രീതിയാണത്. ബ്ലാക്കും അതുപോലെ തന്നെ ബേജ് ഫിനിഷും, ഇടയ്ക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഒരു അലൂമിനിയം ഫിനിഷുമാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്ന കാര്യം. ഇനി താഴേക്ക് വരുമ്പോൾ ഇത് വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ തന്നുവിട്ട ഫ്രോങ്സിൻ്റെ കേട്ടോ, മാരുതി ഫ്രോങ്സ്. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചാർജ് ഔട്ട്ലെറ്റുകളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. 2 USBയും അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ വലിയ ചാർജറും അവിടെ കൊടുത്തിരിക്കുന്നു. വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യവും എടുത്ത് പറയണം. നല്ല ഗ്രിപ്പുണ്ട്, അങ്ങനെ ഫോൺ ഓടിക്കളിക്കുകയൊന്നുമില്ല. ഈ 2 കപ്പ് ഹോൾഡേഴ്സും ഇതെല്ലാം നമ്മൾ എലിവേറ്ററിൽ കണ്ടത് തന്നെയാണ്. അത് അതേപടി എടുത്ത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ CVT ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറാണ് കാണുന്നത്. അതിനും അലൂമിനിയം ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല പിടിക്കാൻ നല്ല സുഖമുള്ള ഗിയർ എന്നാണ് വളരെ എളുപ്പത്തിൽ അതിനെപ്പറ്റി പറയാവുന്ന കാര്യം. ഇവിടെയും വളരെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ പിന്നിൽ. എന്തായാലും ആംറസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം. പിന്നെ വലിയൊരു മിസ് നിങ്ങൾ കണ്ടു കാണും, ഒന്നുമില്ല, അതായത് സൺ റൂഫ് ഇല്ല എന്നുള്ള കാര്യമാണ്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ പുതിയ വരുന്ന വാഹനങ്ങൾ പോലും സൺ റൂഫ് കൊണ്ടുവരുമ്പോൾ ഹോണ്ടയ്ക്ക് അതൊന്നൊരു വിഷയമേ അല്ല. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു രീതി പണ്ട് തൊട്ടേ ഹോണ്ടയ്ക്കുണ്ട്. ഞങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ് വരുന്നുണ്ട്, അതിൽ പിന്നെ സൺ റൂഫ് ഉണ്ടോ അതുകൊണ്ട് ഇതുണ്ടോ എന്ന് ചോദിക്കാതെ വേണമെങ്കിൽ വാങ്ങിച്ചോ. ലൈൻ പണ്ട് തൊട്ടേ ഹോണ്ടയ്ക്കുള്ളതുകൊണ്ട് കുറ്റമൊന്നും പറയാനില്ല. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വലിയ കുപ്പിയും ഒരു ചെറിയ ബോട്ടിലുമൊക്കെ വയ്ക്കാവുന്ന രീതിയിലാണ്. നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. അതൊരു ഗ്രിപ്പുള്ള രീതിയിലുള്ള അൽക്കാൻഡ്ര സ്റ്റൈലിലുള്ള ഒരു ഫിനിഷാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ട്വീറ്റർ കൊടുത്തിട്ടുണ്ട്. A പില്ലറിൻ്റെ മൂലയിലായിട്ടൊരു ട്വീറ്റർ കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത ഒരു ഡിസൈൻ രീതിയൊക്കെയാണ് അവിടെയും നമുക്ക് പറയാവുന്ന കാര്യം. ഇനി സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ എലിവേറ്ററിൽ കണ്ട സ്റ്റിയറിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനാവുന്നത്. അതിൽ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ 2 സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളിലെ സ്വിച്ചുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ വോളിയം കൺട്രോളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ടെലിഫോണിൻ്റെ സ്വിച്ചുകൾ നമുക്ക് ഈ താഴെയായിട്ടും കാണാം. ഭംഗിയുള്ള രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിലും അലൂമിനിയം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. അതിൻ്റെ നടുവിലായിട്ടൊരു 7 ഇഞ്ചിൻ്റെ TFT സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ഈ ഫ്യൂവൽ ലോ കാണിക്കുന്നില്ല, വീട്ടിലെത്തില്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹെഡ് ലാമ്പിൻ്റെ ബ്രൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഈ സൈഡിലതാ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഫുള്ളി ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സൈഡ് വ്യൂ മിറേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഇവിടെ കാണാം. എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അനുഭവപ്പെടുന്ന നിർമ്മാണ നിലവാരം തന്നെയാണ്. ഫൈബർ പാർട്ടുകളൊക്കെ വളരെ നിലവാരമുള്ളതാണ്, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് സീറ്റിൻ്റെ കാര്യങ്ങളും. ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ ഒരു അല്പം ഉയർന്നു നിൽക്കുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും അതിൽ ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങുകളും സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും മുൻഭാഗം വളരെ രസകരമായിട്ടുണ്ട്. വളരെ ബോൾഡായിട്ടുള്ള, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള, എന്നാൽ വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു മുൻഭാഗമാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഇനി നമുക്ക് പിൻഭാഗത്തിരുന്ന് നോക്കാം. ഒരു സമ്പൂർണ്ണ ഫാമിലി വാഹനം എന്നുള്ള നിലയ്ക്ക് പിൻഭാഗത്തെ സീറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. പിൻഭാഗത്ത് ഈ സീറ്റ് വളരെ മുന്നിലേക്ക് നീക്കിയിട്ടപ്പോൾ പന്ത് കളിക്കുന്ന സ്ഥലമുണ്ടെന്ന് ബസ്സിലെ കിളികൾ പറയുന്നുള്ള പറയാം. പക്ഷേ ഇത് പിന്നിലേക്കാണ്. ഇത്രയും സ്പേസാണ് നമുക്കിവിടെ ലെഗ് സ്പേസ് കിട്ടുന്നത്. അങ്ങനെ ഉയർന്ന സെൻട്രൽ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ട് പിൻഭാഗത്ത് ഇരിക്കാൻ സാധിക്കും. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും തൈ സപ്പോർട്ടാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നല്ല സുഖമായിട്ട് നമുക്ക് കാലൊക്കെ ചേർത്ത് വെച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു തൈ സപ്പോർട്ട് ഇവിടെ എടുത്ത് പറയാം. വിൻഡോ ലൈനൊക്കെ താഴ്ന്നാണ്, കാഴ്ചയൊക്കെ കണ്ട് സുഖമായിട്ട് പോകാം. അതുപോലെ ഡോർ പാഡിൽ ഒരു ചെറിയ ബോട്ടിലൊക്കെയാണ് വയ്ക്കാവുന്നത്. അതിൽ കൂടുതൽ സ്ഥല സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ആണ് ഈ ഒരു ഹെഡ് റെസ്റ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഉയർത്തി വയ്ക്കുക താഴ്ത്തി വയ്ക്കുക അത്തരം പരിപാടിയൊന്നും പറ്റില്ല. പക്ഷേ മുൻഭാഗത്ത് അങ്ങനെയല്ല, അത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നിലേക്ക് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിങ്ങനെ ഒന്ന് നിൽക്കുകയാണ്, ഇങ്ങനെ പിന്നെ ക്ടാങ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടോ. അതുപോലെ താഴെയായിട്ട് ഒരു പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ചാർജിങ് പോയിൻറ്റ് പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്.
ഹെഡ് സ്പേസിനൊന്നും യാതൊരു മോശവും പറയാനില്ല. 1 മില്ലിമീറ്ററാണ് ഹൈറ്റ് കൂടിയിരിക്കുന്നത്. അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അത്തരം പരാതികളൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്തായാലും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എയറി എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഉൾഭാഗമാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. എയറി എന്ന് പറയുമ്പോഴാണ് ഓർത്ത് ഇതിൽ എയർ പ്യൂരിഫയറും കൊടുത്തിട്ടുണ്ട്. ഉൾഭാഗത്തെ വായു എപ്പോഴും സുഖമായിട്ട് നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ. ഒന്നും അങ്ങനെ അയ്യോ ഇത് വേണ്ടായിരുന്നു, പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴയത് മതിയായിരുന്നു എന്ന് തോന്നാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം പുതുമയോടുകൂടി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പല വാഹനങ്ങളിലും ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന CVT ട്രാൻസ്മിഷൻ്റെ ഏറ്റവും മികച്ച ഒരു രീതി കാണണമെങ്കിൽ നമ്മൾ ഹോണ്ടയുടെ വാഹനങ്ങളിൽ നോക്കിയാൽ മതി. ഹോണ്ടയുടെ വാഹനങ്ങളിലാണ് ഏറ്റവും മികച്ച CVT ട്രാൻസ്മിഷൻ വന്നത്. പിന്നെയാണ് ഇന്ത്യയിൽ CVT ഒരു വലിയ എന്താണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ടങ്ങ് മാറിയത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഈ വാഹനം മെക്കാനിക്കലി യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ഒരു CVT ട്രാൻസ്മിഷനും, ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അത് പഴയ അമേസിൽ നിന്ന് അതേപടി എടുത്ത് വെച്ചിരിക്കുകയാണ്. എഞ്ചിൻ്റെ കാര്യത്തിലും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എഞ്ചിനിൽ എന്തെങ്കിലും തരത്തിലുള്ള റിഫൈൻമെൻറ്റ് പോലും നടന്നതായിട്ട് കമ്പനി പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പോലും ആവശ്യമില്ല. ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനുകളും അതുപോലെ തന്നെ CVT ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ അങ്ങേയറ്റ റിഫൈൻഡാണ്. അതുകൊണ്ട് അതിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യവുമില്ല. എന്തായാലും 45% ഹൈ ടെൻസൽ സ്റ്റീലൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അമേസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നുള്ളതുകൊണ്ട് വെയ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടും ഉണ്ടാകാം. അതാണ് നമുക്കിപ്പോൾ തോന്നിയൊരു കാര്യം. പക്ഷേ എങ്കിലും അങ്ങനെ വളരെ വിസിബിളായിട്ടുള്ള ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഹോണ്ടയുടെ ഏതൊരു വാഹനം വാങ്ങിക്കുമ്പോഴും നമുക്ക് തോന്നുന്ന രീതിയിലുള്ള റിഫൈൻമെൻറ്റും ആ ഒരു പെർഫോമൻസ് ലെവലും ഒക്കെ നമുക്കിതിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ളത് തീർച്ചയായിട്ടും നിർമ്മാണ നിലവാരമാണ്. വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്കത് കൃത്യമായിട്ടും ഫീൽ ചെയ്യും. ജാപ്പനീസ് വാഹനങ്ങളിൽ പൊതുവേ തോന്നാതെ കൂടുതൽ വെയിറ്റ് ഹോണ്ടയുടെ വാഹനങ്ങൾക്ക് അനുഭവിക്കാറുണ്ട്. അത് നിങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിയോ ഓടിച്ചാൽ മതി. ബ്രിയോ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു വാഹനമാണ്. ഒരുപക്ഷെ മാരുതിയുടെ ചെറിയ വാഹനങ്ങളുടെ ആ ഒരു വലിപ്പമൊക്കെ ഉള്ളെങ്കിലും അത് ഓടിക്കുമ്പോൾ ഒരു ഹെവിനെസ് എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഞാനത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അത് വിൽക്കാൻ നമുക്ക് തോന്നാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഇത്രയും ഹെവിനെസ് ഉള്ള ഇത്രയും ഗംഭീരമായ ഡ്രൈവബിലിറ്റി ഉള്ള ഒരു ചെറിയ വാഹനം വേറെ ഇല്ല എന്ന് പറയാം. എന്തുകൊണ്ട് വാഹന നിർമ്മാണ കമ്പനികളുടെ പലപ്പോഴും നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ, അവരുടെ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത പോലെയാണ്. അതായത് എന്തുകൊണ്ടാണ് അത്രയും ചെറിയൊരു വാഹനം നിർത്തലാക്കിയത്? അവരോട് ചോദിച്ചാൽ അവർ പറയും അത് എമിഷൻ നോംസ് ഒക്കെ വന്നപ്പോഴത്തേക്കും മാറ്റിയത്. പക്ഷേ എമിഷൻ നോംസ് അനുസരിച്ച് എഞ്ചിനുകൾ മാറ്റിയാണെങ്കിലും ബ്രിയോ പോലുള്ള സുന്ദരങ്ങളായ വാഹനങ്ങൾ നിലനിർത്തേണ്ടതായിരുന്നു എന്നുള്ളത് ബ്രിയോ ഓടിക്കുന്ന ആരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. സെയിം സംഭവം തന്നെ നമുക്ക് നിസാൻ മൈക്രയെ പറ്റിയും വേണമെങ്കിൽ പറയാം. നിസാൻ മൈക്രയും അത്രയധികം നിലവാരമുള്ള വാഹനമായിരുന്നു. നിസാൻ്റെയും CVT എന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതറിയണമെങ്കിൽ നിങ്ങൾ നിസാൻ്റെ കിക്സിൻ്റെ CVT ഓടിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും എത്രത്തോളം ഗംഭീരമായ CVT ട്രാൻസ്മിഷനാണ് നിസാനുള്ളതെന്ന്. അപ്പോൾ ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ എഞ്ചിനിൽ മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിലനിർത്തിയിരിക്കുന്നതെന്ന് പറയാം. 90 bhp എഞ്ചിനാണിത്. 110 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. മൈലേജ് 18.65 ആണ്. മാനുവലിന് കമ്പനി പറയുന്നതെങ്കിൽ CVT ഒരു പടി കൂടെ കടന്ന് 19.46 km/ലിറ്ററായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 20 കിലോമീറ്ററോളം
CVT ട്രാൻസ്മിഷനുള്ള വാഹനത്തിന് മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വേണമെങ്കിൽ ഞെട്ടാവുന്ന ഒരു കാര്യം. റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നും പറയാനില്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ. ട്രാഫിക്കിനൊക്കെ അനുസരിച്ചും അതുപോലെ തന്നെ ഹൈവേയുടെ രീതികൾക്കനുസരിച്ചും ഒരേ തരത്തിലുള്ളൊരു പെർഫോമൻസ് നിലനിർത്താൻ പറ്റുന്നൊരു വാഹനമാണിത്. മിഡ് റേഞ്ച് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഫ്ലാറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പാഡ് ഷിഫ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിന് പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അത് കൊടുത്തിട്ടുണ്ട്. അത് രസകരമായ ഡ്രൈവിംഗ് സമ്മാനിക്കുന്നുമുണ്ട്. എന്തായാലും 6600 RPM വരെ, അതായത് ആ റെഡ് ലൈൻ എത്തുന്നവരെയും പെർഫോമൻസ് നിലനിർത്താൻ പറ്റുന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ മറ്റൊരു രസകരമായ കാര്യം. എന്തായാലും സിറ്റി ഡ്രൈവിന് ഏറ്റവും പറ്റുന്ന CVT തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിറ്റി ഡ്രൈവിൽ ഒട്ടും മടുപ്പിക്കാത്തൊരു ഡ്രൈവ് CVT സമ്മാനിക്കും. സസ്പെൻഷനാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേട്ടോ. തകർപ്പൻ സസ്പെൻഷനാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഈ മെയിൻ റോഡിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ചെറിയ റോഡുകളിലൂടെയൊക്കെ വന്നപ്പോൾ ഞാൻ അത് തന്നെയാണ് ശ്രദ്ധിച്ചത്. ഒട്ടും തന്നെ നമ്മൾ ഉള്ളിലേക്ക് അറിയാത്ത രീതിയിൽ കുഴികളും അതുപോലെ ചെറിയ ചെറിയ റംബിൾ സ്ട്രിപ്സ് പോലുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ബാധിക്കാത്ത രീതിയിലാണ് ഈ സംഭവം ട്യൂൺ ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ. അത് തകർപ്പനായിട്ടുണ്ട്. എന്തായാലും വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്, വളരെ ലൈറ്റായിട്ടുള്ള കൺട്രോളുകളാണ്, നല്ല ഷാർപ്പായിട്ടുള്ള പെർഫോമൻസാണ്. വളവുകളൊക്കെ വീശുമ്പോഴാണ് കയ്യിൽ നിന്നും വാഹനം പോകുന്നതേ ഇല്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നോക്കേണ്ടത്. സേഫ്റ്റി ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് വിളിക്കാവുന്ന മാരുതി ഡിസയർ 5 സ്റ്റാർ വാങ്ങിച്ച് നെഞ്ചും പിരിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ ഒട്ടും മോശമാകാൻ പറ്റില്ലല്ലോ. ഒട്ടും മോശമല്ല എന്ന് തന്നെയാണ് പറയേണ്ടതും. അപ്പോൾ 6 എയർ ബാഗുകൾ, പിന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ബ്രേക്ക് അസിസ്റ്റ്, ABS, EBD, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, ഇത്രയും കാര്യങ്ങൾ എല്ലാ വേരിയൻസിലും കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും വില കുറഞ്ഞ, അതായത് 7.5 ലക്ഷം രൂപയുടെ വാഹനം തൊട്ട് 10.5 ലക്ഷം രൂപയുടെ വാഹനം വരെ എല്ലാത്തിലും ഇതെല്ലാം നേരത്തി പിടിച്ചാൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാസിലേക്ക് പോകുകയാണെങ്കിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലീഡ് കാർ ഡിപ്പാച്ചർ നോട്ടിഫിക്കേഷൻ, ഓട്ടോ ഹൈ ബീം അസിസ്റ്റ്, ലൈൻ കീപ്പ് അസിസ്റ്റ്, റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം, കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഗംഭീരമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പണി കിട്ടാൻ പോകുന്ന ആർക്കാണെന്നറിയാം, പാവപ്പെട്ട മാരുതിക്കാണ്. മാരുതി ഒരു തരത്തിൽ 5 സ്റ്റാറൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഡിസയറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതേ വരുന്നു, അതേ വിലയ്ക്കൊക്കെ തന്നെ അഡാസ് ഫീച്ചേഴ്സുമായിട്ട് ഹോണ്ട അമേസ് ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല. അല്ലടേ ഹോണ്ട എന്നായിരിക്കും ഇപ്പോൾ സുസുക്കി ഹോണ്ടയോട് ചോദിക്കുന്നത്. ഇനി വീണ്ടും സമാധാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 3 വർഷത്തേക്ക് അൺലിമിറ്റഡ് വാറൻറ്റിയാണ് ഹോണ്ട തരുന്നത്. കൂടാതെ ഇതിൻ്റെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സിം ഉണ്ടല്ലോ, സിം കാർഡിനൊക്കെ 7 ഇയേഴ്സ് ഫ്രീ സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ തലവേദനകളും അവസാനിപ്പിച്ചാണ് നിങ്ങൾക്ക് ഈ വാഹനം തരുന്നത്. തീർച്ചയായിട്ടും ഗംഭീരമായൊരു കാര്യമാണ് ഈ ഒരു വിലയ്ക്ക് ഹോണ്ട ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഹോണ്ട അമേസ് ഈ പറഞ്ഞ പോലെ കുറേ വാഹനങ്ങൾ ഹ്യുണ്ടായി ഓറ തൊട്ട് മാരുതി ഡിസയർ വരെയുള്ള ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാമിലി സെഡാൻ സെഗ്മെൻറ്റിലേക്ക് അങ്ങനെ അഴിച്ചുവിട്ട് വന്നിരിക്കുകയാണ് ഒരു അശ്വമേധത്തിനായിട്ട്. പിന്നെ ഹോണ്ടയുടെ വിശ്വാസ്യത എന്ന് പറയുന്നത്, ലോയൽറ്റി എന്ന് പറയുന്നത് മറ്റൊരു വാഹന കമ്പനിക്കും പറയാൻ പറ്റില്ല. കാരണം ഹോണ്ട സിറ്റിയുടെ ഫസ്റ്റ് ജനറേഷൻ തൊട്ട് ഏറ്റവും പുതിയ ജനറേഷൻ വരെ വാങ്ങിച്ചവരെയൊക്കെ എനിക്കറിയാം. അങ്ങനെയുള്ള ലോയൽ കസ്റ്റമേഴ്സിന് ഒട്ടും തന്നെ മനപ്രയാസം ഉണ്ടാകാത്ത രീതിയിലാണ് ഏറ്റവും പുതിയ അമേസ് വന്നിരിക്കുന്നത്. ഹോണ്ടയുടെ എല്ലാ നന്മകളും നിലനിർത്തിയിട്ടുള്ള ഒരു ഗംഭീര വാഹനം തന്നെയാണ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടത് ഏറ്റവും പുതിയ ഹോണ്ട അമേസ്. അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചേക്കാം അല്ലേ. എന്താണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ വില 8 ലക്ഷം രൂപയിൽ ആരംഭിക്കുകയും 10,90,000 രൂപയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഈ 10,90,000 രൂപ വരുന്ന വാഹനത്തിലാണ് അഡാസ് ഫീച്ചേഴ്സ് ഉള്ളത്. അഡാസ് ഫീച്ചേഴ്സ് എല്ലാം ഉള്ളത്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വാഹനമെന്ന് വിളിക്കാവുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ വിപ്ലവം തന്നെയാണ് ആ കാര്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഈ കൊറിയൻ വാഹനങ്ങളൊക്കെ വന്നിട്ടാണ് ഈ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് കൊണ്ടുവന്നത്, ഇൻറ്റീരിയർ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ അഡാസിൻ്റെ കാര്യത്തിലൊക്കെ സാധാരണക്കാരന് പ്രാപ്യമാകുന്ന രീതിയിലേക്ക് വാഹനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഞാൻ അറിഞ്ഞത്, അതായത് കൃത്യമായിട്ട് ഈ കൺഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അമേസ് വിൽപ്പന തുടരും എന്നാണ് കേട്ടത്. 2 വേരിയൻറ്റിലായിരിക്കും. അതിൻ്റെ വില ആരംഭിക്കുന്ന 7,17,000 രൂപയിൽ ആരംഭിക്കുകയും 9,13,000 രൂപയിൽ അവസാനിക്കുകയും ചെയ്യും. അതായത് CVT ട്രാൻസ്മിഷൻ ഉള്ള മോഡൽ ഉണ്ടാകില്ല, പക്ഷേ 2 വേരിയൻറ്റുകൾ നിലനിർത്തുകയാണെന്ന് കേൾക്കുന്നു. അതിപ്പോൾ നമുക്കറിയാവുന്ന പോലെ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ കാര്യത്തിലും അത് ഉണ്ട്. പക്ഷേ അത്
അതിലിപ്പോൾ പഴയ വാഹനം നിലനിൽക്കുന്നത് ടാക്സി സെഗ്മെൻറ്റിൽ മാത്രമാണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് പേഴ്സണലായിട്ട് വാങ്ങിക്കാവുന്ന, പേഴ്സണലായിട്ട് പറയുക എന്ന് പറഞ്ഞ പോലെ ആ 2 മോഡലുകൾ മാത്രം നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും പുതിയ ഉള്ളപ്പോൾ എന്താണ് പഴയതിൻ്റെ പ്രസക്തി എന്ന് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ കാരണം അതിൻ്റെ പിന്നിലുണ്ടാകും എന്ന് വിചാരിക്കാം. എന്തായാലും നല്ല മൈലേജുള്ള വാഹനങ്ങളാണ് പണ്ട് തൊട്ട് തന്നെ ഹോണ്ടയ്ക്കുള്ളത്. ആകെപ്പെട്ട അപവാദമായിട്ട് നമുക്ക് പറയാവുന്ന ഹോണ്ട ബ്രിയോയുടെ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉള്ള മോഡലൊക്കെയാണ്. അതിനൊക്കെ മൈലേജ് കുറവാണെങ്കിൽ CVT ഒക്കെ നല്ല മൈലേജ് ഉണ്ട്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും ഏതാണ്ട് 20 കിലോമീറ്ററോളമാണ് കമ്പനി പറയുന്ന മൈലേജ്. അപ്പോൾ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്, 20 കിലോമീറ്ററോളം മൈലേജ് ഉണ്ട്, നല്ല CVT ട്രാൻസ്മിഷൻ ഉണ്ട്, ഹോണ്ട എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിശ്വാസ്യതയുണ്ട്, നല്ല നിർമ്മാണ നിലവാരമുണ്ട്, തരക്കേടില്ലാത്ത രൂപഭംഗിയുമുണ്ട്. ഇത്രയുമൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാവുന്ന കാര്യം. അപ്പോൾ ഇനിയും വരട്ടെ, പുതിയ പുതിയ വാഹനങ്ങൾ വരട്ടെ. എലിവേറ്റുമായിട്ട് സാമ്യമുള്ള വാഹനങ്ങളായിരിക്കാം ഇനി വരാൻ പോകുന്നതെന്ന്. കാരണം ഈ വലിയ ഗ്രില്ല് എന്ന് പറയുന്ന ഹോണ്ടയ്ക്ക് അങ്ങനെ പിടിച്ചിരിക്കണോ എന്നാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാവർക്കും നന്ദി. ബൈ.